ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഏപ്രിൽ 21, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്. ബ്ലാക്ക് കാറ്റ്സ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ചില വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ മൗസ് ട്രാപ്പ്, ഓപ്പറേഷൻ അഗ്നിബാൻ എന്നിവയെല്ലാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നളിൻ പ്രഭാതിനെ നിയമിച്ചു. നളിൻ പ്രഭാത് ആയിരിക്കുള്ളൂ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഇനി ഡയറക്ടർ ജനറൽ, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന പൊസിഷൻ. സീനിയർ IPS ഓഫീസർ ആയിട്ടുള്ള നളിൻ പ്രഭാത് 2028 ഓഗസ്റ്റ് 31 വരെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കുള്ളൂ. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കൂ. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. പൂർവി ലഹർ അഭ്യാസം നടത്തിയ ഇന്ത്യൻ സൈന്യം ഏതാണ്? ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ ഒരു എക്സസൈസ് ആണ് പൂർവി ലഹർ. ഈ ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത് ഈസ്റ്റേൺ സെക്ടറിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇന്ത്യൻ നേവിയുടെ പൂർവി ലഹർ. ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആണ് ഈ ഒരു എക്സസൈസിന് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് ഈസ്റ്റേൺ നേവൽ കമാൻഡ്, മറ്റൊന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ്, മൂന്നാമത്തേത് ട്രെയിനിങ് കമാൻഡ് ആയിട്ടുള്ള സദേൺ നേവൽ കമാൻഡ്. വിശാഖപട്ടണത്തുള്ള ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആണ് പൂർവി ലഹർ എന്നൊരു എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു എക്സസൈസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുമ്പോൾ സമുദ്ര സുരക്ഷ വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് പൂർവി ലഹർ. മൂന്നാമത്തെ കേഡറ്റ് പരിശീലന കപ്പലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് നടന്നത് ഏത് സ്ഥലത്താണ്? L&D ഷിപ്പ്യാർഡ്, കാട്ടുപള്ളി. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയുള്ള കാട്ടുപള്ളി എന്ന സ്ഥലത്താണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ കേഡറ്റ് പരിശീലന കപ്പലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു ചടങ്ങ് നടത്തിയിട്ടുള്ളത് ഏപ്രിൽ 20 തീയതിയാണ്, അതായത് ഇന്നലെയായിരുന്നു ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ കേഡറ്റ് ട്രെയിനിങ് ഷിപ്പിന് വേണ്ടിയുള്ള സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഡിഫൻസ് സെക്രട്ടറി ഗിർദാർ അർമാനെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് സെക്രട്ടറിയാണ് ഗിർദാർ അർമാനെ. L&D ഷിപ്പ്യാർഡ്, കാട്ടുപള്ളി, ഇത് ചെന്നൈക്കടുത്തുള്ള 40 കിലോമീറ്റർ അകലെയുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. വിനീഷ്, റീതിക്, അൻഷു എന്നിവർ ഏത് മേഖലയിലാണ് ഇന്ത്യക്കായി പാരീസ് ഒളിമ്പിക്സിൽ കോട്ട നേടിയത്? ഗുസ്തി. ഇന്ത്യയുടെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്ലിംഗ് അല്ലെങ്കിൽ ഗുസ്തി താരങ്ങളാണ് വിനീഷ് പൊഗാട്ട്, അൻഷു മാലിക്, റീതിക ഹൂഡ. ജൂലൈയിൽ നടക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇടം നേടി. അതായത് ഇപ്പോൾ ഇന്ത്യക്ക് ഇതുവരെ ഒരു വ്യക്തി മാത്രമേ റെസ്ലിംഗിൽ ക്വാളിഫൈഡ് ആയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കിർഗിസ്ഥാനിലെ ബിഷക്കിൽ നടന്നിട്ടുള്ള ഏഷ്യൻ ഒളിമ്പിക് ക്വാളിഫയർ മത്സരത്തിൽ വിനീഷ് പൊഗാട്ട്, അൻഷു മാലിക്, റീതിക ഹൂഡ എന്നിവർ കൂടി റെസ്ലിംഗിൽ ഇടം നേടി. ഇതോടെ 4 പേരാണ് ഇപ്പോൾ റെസ്ലിംഗിൽ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്നത്. എന്നാണ് പാരീസ് ഒളിമ്പിക്സ്? ഈ വരാൻ പോകുന്ന ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് പാരീസ് ഒളിമ്പിക്സ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചലസിലാണ്, അതായത് 2028. 2024 അധ്യയന വർഷം മുതൽ പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ തീരുമാനമാണ് ഓരോ കുട്ടികൾക്കും പെൻ, അതായത് പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ ഉണ്ടാകണമെന്ന്. ഇതനുസരിച്ച് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഈ വരാൻ പോകുന്ന അക്കാഡമിക് ഇയർ 2024-25 എല്ലാ കുട്ടികൾക്കും ഇനി പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് പെൻ എന്ന് പറയുന്ന പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ ഏതാണ്ട് 14.89 ലക്ഷത്തിലധികം സ്കൂളുകളും 95 ലക്ഷം അധ്യാപകരും 26.5 കോടി കുട്ടികളും ഉൾപ്പെടുന്ന UDISC, യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് പോർട്ടലിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്ന ഒരു സവിശേഷ തിരിച്ചൽ നമ്പറാണ് പെൻ, അതായത് പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ. 2023 ഹോക്കി ഇന്ത്യയുടെ 6ാം വാർഷിക അവാർഡ് വേളയിൽ വരാനിരിക്കുന്ന മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ദീപിക സോറങ്. ദീപിക സോറങ്ങിന് വരാനിരിക്കുന്ന, അതായത് 6ാമത്തെ ഹോക്കി ഇന്ത്യയുടെ ആനുവൽ അവാർഡിൽ അസുന്ദ ലാക്ര അവാർഡ് നൽകി ആദരിക്കും. ഈ കഴിഞ്ഞ ജൂനിയർ ഏഷ്യൻ കപ്പിൽ 6 മാച്ചിൽ നിന്ന് 7 ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് ദീപിക സോറങ്. ദീപിക സോറങ്ങിനാണ് അസുന്ദ ലാക്ര അവാർഡ് നൽകി ആദരിക്കുന്നത്.
ഹോക്കി ഇന്ത്യ നൽകുന്ന ഒരു അവാർഡ് ആണ് അസോന്ത ലാക്ര അവാർഡ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ MS ധോണിക്ക് ശേഷം 250 മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ കളിക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 250 മത്സരം കളിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി MS ധോണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തൊട്ടുപുറകെ രോഹിത് ശർമ്മയും ഈ ഒരു റെക്കോർഡിലേക്ക് എത്തിയ, അതായത് 250 IPL മത്സരം കളിച്ചിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി. മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് രോഹിത് ശർമ്മ. ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് താരമായിട്ടുള്ള രോഹിത് ശർമ്മ ഈ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ നാഷണൽ സിവിൽ സർവീസ് ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 21. ഇന്ത്യയിൽ എല്ലാ വർഷം ഏപ്രിൽ 21 തീയതിയാണ് നാഷണൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതായത് ഇന്നാണ് നാഷണൽ സിവിൽ സർവീസ് ഡേ. 1947 ഏപ്രിൽ 21 സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ സിവിൽ സർവീസ് പ്രൊബഷണറി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സിനെ അഭിസംബോധന ചെയ്തൊരു ദിവസമാണ്. ആ ഒരു ദിവസം, അതായത് ഏപ്രിൽ 21, ഈ ഒരു ദിനമാണ് പിന്നീട് എല്ലാ വർഷം നാഷണൽ സിവിൽ സർവീസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അന്നത്തെ പ്രസംഗത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ എടുത്തു പറഞ്ഞ ഒന്നാണ്, അതായത് ഇന്ത്യയുടെ ഉരുക്കു ചട്ടക്കൂട് എന്നാണ് അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിനെ പരാമർശിച്ചത്. ഇന്നലെ ഏപ്രിൽ 20 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസുകളിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ്? ഇതിന്റെ ഉത്തരം വിനീഷ് പൊഗാട്ട്. വിനീഷ് പൊഗാട്ട് ആണ് കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസുകളിൽ സ്വർണം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. പൂർവി ലഹർ അഭ്യാസം നടത്തിയ ഇന്ത്യൻ സൈന്യം ഏതാണ്? ഇന്ത്യൻ നേവി. മൂന്നാമത്തെ കേഡറ്റ് പരിശീലന കപ്പലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് നടന്നത് ഏത് സ്ഥലത്താണ്? അറ്റ്ലാന്റിക് ഷിപ്പ്യാർഡ്, കാട്ടുപള്ളി. വിനീഷ്, ഋത്തിക്, അൻഷു എന്നിവർ ഏത് മേഖലയിലാണ് ഇന്ത്യക്കായി പാരീസ് ഒളിമ്പിക്സ് കോട്ട നേടിയത്? ഗുസ്തി. 2024-25 അധ്യയന വർഷം മുതൽ പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി ആരാണ് നിയമിതനായത്? നളിൻ പ്രഭാത്. 2023 ഹോക്കി ഇന്ത്യയുടെ 6ാം വാർഷിക അവാർഡ് വേളയിൽ വരാനിരിക്കുന്ന മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ദീപിക സോറങ്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ MS ധോണിക്ക് ശേഷം 250 മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ കളിക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. ഇന്ത്യയിലെ നാഷണൽ സിവിൽ സർവീസ് ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 21. ഇന്ന് ഏപ്രിൽ 21. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദി ഒളിമ്പിക്സ് ഇൻ 2032? 2032 ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കുന്ന നഗരം. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ. നമ്മൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ ഒരു കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, അതായത് അപ്ഡേഷൻസ് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.